രാജ്യത്ത് ഇന്നു മുതൽ പുതിയ നിയമവും പുതിയ ശിക്ഷയും. ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നു. 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം ഇനിയില്ല. പല വ്യവസ്ഥകളും ഇന്നു മുതൽ മാറുകയാണ്. കാലത്തിന്റെ മാറ്റം അനുസരിച്ച് പുതിയ ശിക്ഷകളും കുറ്റങ്ങളും ചേർത്തിട്ടുണ്ട്. വാഹനം ഇടിച്ചു നിർത്താതെ പോയാൽ അതിനി മുതൽ കുറ്റകൃത്യമാണ്. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയാൽ പ്രതിഫലമില്ലാതെ സാമൂഹിക സേവനമായിരിക്കും ശിക്ഷ. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക അധ്യായമുണ്ട്. വിവാഹം, തൊഴിൽ ഇതൊക്കെ വാഗ്ദാനം ചെയ്തുള്ള ലൈംഗികമായ ചൂഷണം ചെയ്യൽ കുറ്റമാണ്. FIR എവിടെയും രജിസ്റ്റർ ചെയ്യാൻ കഴിയും. ഇനി എല്ലാ കേസുകളിലും അന്വേഷണം 6 മാസത്തിനകം പൂർത്തിയാക്കണം. അങ്ങനെ സമഗ്രമായ മാറ്റമാണ്. എന്തൊക്കെയാണ് പുതിയ കുറ്റവും പുതിയ ശിക്ഷയും? നമുക്ക് വിശദമായി നോക്കാം. ഇതാണ് വരുന്ന അരമണിക്കൂറിൽ നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. നമുക്കൊപ്പം അതിഥികളുണ്ട്. അഭിഭാഷകൻ ശ്രീ വെങ്ങാനൂർ ശിവശങ്കരൻ, അതോടൊപ്പം തന്നെ മുൻ SP ശ്രീ സക്കറിയ ജോർജും അതിഥികളിലേക്ക് പോവുകയാണ്. ശ്രീ വെങ്ങാനൂർ ശിവശങ്കരൻ, ആദ്യം ചോദിക്കാനുള്ളത്, ഇത് പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഇനി എല്ലാം വേഗത്തിലാകുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല എന്ന വിമർശനം ഈ നിയമ ലോകത്ത് നിന്നുള്ള വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. ഏതാണ് വിശ്വസിക്കേണ്ടത്? എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മൾ വേഗത്തിലാകുമോ അത് പഴയതുപോലെ തന്നെ ആയിരിക്കുമോ എന്ന് കാലം തെളിയിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ മാഡം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൽ കാതലായ കുറേ മാറ്റങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് അനുവദിക്കുമെങ്കിൽ ഞാനൊരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാം. അതായത് പുതിയ CRPC എന്ന് നമ്മൾ വിളിക്കുന്ന BNSS, ഭാരതീയ നാഗരിക സുരക്ഷ, അത്തരത്തിലുള്ള സാധനം, അതിൽ ഒരു 356 എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട്. ഇതുവരെ ഒരു മനുഷ്യനും അതിനെക്കുറിച്ച് സംസാരിച്ച് കേട്ടില്ല. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ ഒരു പ്രതി, ഒരു കുറ്റവാളി ഇവിടെ ഒരു വലിയ കുറ്റകൃത്യം ചെയ്തിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് പോയി. അപ്പോൾ പല രാജ്യങ്ങളിലും കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാനുള്ള ഉടമ്പടികളുണ്ട് എന്നുണ്ടെങ്കിലും മറ്റൊരു ചില രാജ്യങ്ങളിലില്ല. അതേസമയം ഒരാളെ ശിക്ഷിക്കപ്പെട്ടയാളാണ്, ഇന്ത്യയിൽ ശിക്ഷിക്കപ്പെട്ടയാളാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായി നമുക്ക് അദ്ദേഹത്തിനെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പ്രതിയുടെ ആബ്സെൻസിൽ അയാൾക്കെതിരെയുള്ള ട്രയൽ നടത്തി അയാളെ ശിക്ഷിക്കാനുള്ള വകുപ്പ് ഇന്ത്യയിൽ ഇല്ലായിരുന്നു. വേറെ എവിടെയെങ്കിലും രാജ്യത്തുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ അത് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കടുത്ത കുറ്റകൃത്യം ചെയ്തിട്ട് രക്ഷപ്പെട്ടു പോയിട്ടുള്ള ഒരാൾ എത്രയെങ്കിലും വർഷം പുറമേയുള്ള രാജ്യങ്ങളിൽ കഴിയുന്നൊരവസ്ഥയുണ്ട്. നമുക്ക് വിജയ് മല്യ ആരുടെ കാര്യം വേണോ പറയാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിഷയത്തിന് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷൻ ഇപ്പോഴത്തെ പുതിയ നടപടിക്രമത്തിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരാളുടെ ആബ്സെൻസിൽ അയാൾക്കൊരു പ്രെജുഡിസ് വരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തി അയാൾക്കെതിരെ ട്രയൽ നടത്തി അയാൾക്കെതിരെയുള്ള വിധി പ്രസ്താവിച്ച ശേഷം ഞങ്ങളുടെ രാജ്യത്ത് ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അയാളെ കൈമാറണം എന്ന് പറഞ്ഞ് ലോകത്തിലെവിടെ നിന്നും ആളെ തിരികെ കൊണ്ടുവരാൻ പറ്റുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ചേഞ്ച് എന്തായാലും പുതിയ സംവിധാനത്തിൽ, പുതിയ നിയമസംഹിതയിൽ വന്നിട്ടുണ്ട്. അത് ആരും പറഞ്ഞു കണ്ടില്ല. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കാലം തെളിയിക്കേണ്ടതാണ്. എത്രത്തോളം പ്രാക്ടിക്കലാണ്, എത്രത്തോളം സമയമെടുക്കും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഇംപ്ലിമെന്റ് മീൻസ് ഇൻ ദി സെൻസ് പുതിയ സംഗതികൾ എന്താണ്. ഇപ്പം നമ്മളെ ഇന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു എന്ന് പറയുമ്പോഴും കുറച്ചു കാലത്തേക്ക് കൂടി ഇത് 2 നിയമങ്ങളും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതെങ്ങനെയായിരിക്കും ബാധിക്കുക? അത് പെട്ടെന്ന് ഇന്ന് മുതൽ കാര്യങ്ങളെല്ലാം BNSലേക്ക് മാറുകയല്ലോ. അത് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. അതായത് നേരത്തെ നമ്മുടെ രാജ്യത്ത് ഇല്ലാതിരുന്നൊരു സംവിധാനമാണ് IBC എന്ന് പറഞ്ഞൊരു പുതിയ സംവിധാനത്തിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതിന് പ്രകാരമാണ് നേരത്തെ ഈ ബാങ്ക് ഫ്രോഡുകൾ കാണിച്ചിട്ട് ലോൺ എടുത്തിട്ട് മുങ്ങിയിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ പേഴ്സണൽ ഗ്യാരണ്ടറായിട്ട് നിന്നിട്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോയിട്ടിരുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു പുതിയ നിയമസംഹിതയാണ് ഈ IBC എന്ന് പറയുന്ന സാധനം. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ചെയ്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ അതിലെ ഓരോരോ പോർഷൻസ് ഓരോരോ ദിവസത്തെ ആണ് പ്രാബല്യം കൊടുത്തിരുന്നത്. അതായത് ചില കാര്യങ്ങൾ ആദ്യം നടപ്പിലാക്കാം, അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിൽ മാത്രം വേണ്ടി വരുന്ന കാര്യങ്ങൾക്ക് സമയം കൊടുത്ത് നടപ്പിലാക്കാം. അങ്ങനെയും ഇന്ത്യയിൽ ചില പുതിയ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ശിക്ഷാ നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, അബ്കാരി ആക്ട്, പണ്ട് 500 രൂപയോ 700 രൂപയോ ഒക്കെ പെറ്റിയടച്ചിറങ്ങി പോകുന്നൊരു വകുപ്പായിരുന്നു അബ്കാരി ആക്ട്. ആന്റണി സർക്കാർ അമെൻമെൻറ്റ് കൊണ്ടുവന്നപ്പോൾ അടുത്ത ദിവസം മുതലാണ് അതൊരു സെഷൻസ് ഒഫൻസും ലക്ഷക്കണക്കിന് രൂപ ഫൈൻ വന്നൊരു സംഗതിയായിട്ട് മാറിയത്. അപ്പോൾ ശിക്ഷാ നിയമങ്ങളൊക്കെ തന്നെ ആ പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ആണ് അന്നു മുതൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ സമയം മുതൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് പുതിയ ശിക്ഷാ നിയമം അനുസരിച്ചിട്ടുള്ള സംഗതിയായിരിക്കും വരുന്നത്. അതേസമയം മുമ്പിൽ നടന്ന സംഗതികൾക്ക് നേരത്തെ തന്നെ പ്രൊവിഷനുണ്ട്, അല്ലെങ്കിൽ അത് സെറ്റിൽഡ് പ്രിൻസിപ്പിളാണ്. അതായത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള സംഗതി ഏതാണോ അക്യൂസ്ഡിന്, ആ സംഗതിയായിരിക്കും അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ശിക്ഷാ നിയമങ്ങളൊക്കെ തന്നെ അപ്പം തന്നെ പ്രാബല്യത്തിൽ വരും.
നടപടി നിയമങ്ങൾ എന്ന് പറയുന്നതാണ് ഈ ചില കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പക്ഷേ അതിലും കൺഫ്യൂഷൻ ഇല്ല. ഇന്നു മുതലുള്ള സംഗതികൾക്ക് ഇന്ന് നിലവിലുള്ള നിയമം എന്ന് പറയുന്നത് തന്നെയായിരിക്കും അതിൻ്റെ രീതി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഒരു സാങ്കേതിക വശമാണ് നമ്മൾ പറയുന്നത്. ഇനി ഓരോ കാര്യത്തിലേക്കും വിശദമായി വന്നാലും ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പരാതി കേൾക്കുന്നത്, നമ്മൾ ഇന്നൊരു പരാതി പറയാൻ ചെന്നു, അപ്പോൾ ഒരുപക്ഷെ FIR ഇടാൻ വൈകി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരാതികൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ ഭാരതീയ ന്യായ സംഹിതയിൽ അവിടെ ഒരു വിവേചനാധികാരം പ്രസ്തുത നമ്മൾ പരാതി നൽകാൻ ചെല്ലുന്ന ആ അധികാരിക്ക് അല്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കുകയാണ്. അതായത് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രം FIR ഇടാം എന്നൊരു വിവേചനാധികാരം ലഭിക്കുകയാണ്. അതിന് ഗുണവും ദോഷവും ഉണ്ട്. വേണമെങ്കിൽ അതിന്റെ മെറിറ്റ്, ആ പരാതിയുടെ മെറിറ്റ് നോക്കുകയാണെന്ന് പറയാം. പക്ഷേ വേണമെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന് ആ കേസ് വൈകിപ്പിക്കുകയും ചെയ്യാം. ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന എത്രയെങ്കിലും കേസുകൾക്കകത്ത് പരാതിയുമായിട്ട് പോയിട്ട് പരാതിക്കാരനെ പുറത്തു തന്നെ എത്രയോ ദിവസം നിർത്തി തിരികെ പറഞ്ഞയക്കുകയും അയാൾ എന്താണോ ഭയപ്പെട്ടത് അത് സംഭവിച്ചതിന് ശേഷം മാത്രം ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യുകയും വാർത്തകളാവുന്നതും എത്രയെങ്കിലും സംഗതികൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതുതായിട്ട് അതിലൊരു സംഗതിയില്ല. അങ്ങനെ ഒരു അവകാശം കൂടി പോലീസിന് കൊടുത്തു. അതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് കൂടി പറഞ്ഞു തരാം. അതായത് ഈ ചില വിഷയങ്ങൾ, അതായത് ഇപ്പോൾ പറയുകയാണ്, നാളെ ഒരു ഉദ്യോഗത്തിൽ കയറേണ്ടുന്ന ഒരാൾ അല്ലെങ്കിൽ നാളെ ഒരു ജഡ്ജി ആകേണ്ടുന്ന ഒരാൾ, അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇന്ന് വൈകുന്നേരം വേണമെങ്കിൽ നിലനിൽക്കില്ല എന്നുള്ള സംഗതിയാണെങ്കിൽ പോലും ഒരു ആരോപണവുമായി ചെല്ലുകയും അതിൻ്റെ ശരിയോ തെറ്റോ എന്ന് അന്വേഷിക്കാതെ ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ആളാണ് യഥാർത്ഥത്തിൽ വ്യക്തിമായി, അതായത് പ്രതിസ്ഥാനത്ത് പറയുന്നവൻ വ്യക്തിമായി മാറുന്ന സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ടൊരു പ്രാഥമികമായ പരിശോധന സാധാരണ എല്ലാവരും നടത്താറുണ്ട്. അത് ഇപ്പോൾ അൺഒഫീഷ്യലായി അല്ലെങ്കിൽ അത്തരത്തിൽ ലിഖിതമല്ലാത്തൊരു സംഗതികൾ വഴിയാണ് സാധാരണ ചെയ്തുന്നത്. അത് നല്ല കാര്യത്തിനും ആവാം, സ്വാധീനത്തിന് വഴങ്ങിയുമാകാം. പക്ഷേ അത്തരത്തിലുള്ളൊരു അനുവാദം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ദോഷം വരാൻ സാധ്യതയില്ല. പക്ഷേ കൃത്യമായിട്ട് പരാതി, ഈ ഡിലേ ഇൻ ലോഡ്ജിങ് FIR എന്ന് പറഞ്ഞൊരു പഴയ കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു പരാതിയുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പോലീസിനെ അറിയിക്കാനും FIR രജിസ്റ്റർ ചെയ്യാനും വന്ന കാലതാമസം എൻ്റെ കേസിനെ ദോഷമായി ബാധിക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിന് പകരം പരാതി കൊടുക്കുന്ന തീയതി മുതൽ തന്നെ ഞാൻ അപ്രോച്ച് ചെയ്തു എന്ന് പറയുന്ന ആ സംഗതി വരികയാണെങ്കിൽ ആ FIR ഇടുന്നതിലുള്ള ഡിലേയും വിക്ടിമിനെ ദോഷമായി ബാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സക്കറിയ ജോർജ്, നമ്മൾ ഇപ്പോഴത്തെ കാലത്തൊരു പോലീസ് അന്വേഷണം നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ തെളിവുകൾ വലിയൊരു നിർണായകമായ ഇതാണ് ഒരു കേസ് അന്വേഷണത്തിൽ. അപ്പോൾ ഡിജിറ്റൽ തെളിവുകളെ ഒരു പ്രൈം എവിഡൻസായി സ്വീകരിക്കാൻ ഈ ഭാരതീയ ന്യായ സംഹിത പറയുന്നുണ്ട്. അത് എത്രത്തോളം വലിയ മാറ്റം ഉണ്ടാക്കും കേസ് അന്വേഷണത്തിൽ? കേസുകളിലെല്ലാം എനിക്ക് കേൾക്കാൻ അല്പം ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ചോദ്യങ്ങൾ കേട്ടു, അത് ചേർത്ത് ഞാൻ സംസാരിക്കാം. ശരി, ഹലോ, പറഞ്ഞോളൂ സർ. അപ്പോൾ ഈ മിക്ക കേസുകളും, ആധുനിക ലോകത്ത് മിക്ക കേസുകളിലും തീർച്ചയായിട്ടും ഈ പറയുന്ന സൈബർ എവിഡൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടെന്നുള്ളതൊരു സത്യമാണ്. അത് കൃത്യമായി കളക്ട് ചെയ്തില്ലെങ്കിൽ ചില കൊലക്കേസുകളിലൊക്കെ ബയോളജിക്കൽ എവിഡൻസ് നശിച്ചു പോയി കഴിഞ്ഞാൽ ഇറക്കവറബിളി ലോസ്റ്റ്, ഒരിക്കലും കിട്ടാത്ത പോലെ പോകുന്ന ഒരവസ്ഥ പോലെ ഈ നല്ല തലച്ചോറുള്ള മിടുമിടുക്കന്മാരായ IT ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ തീർച്ചയായിട്ടും എവിഡൻസ് ടാമ്പർ ചെയ്യും. പിന്നെ പല എവിഡൻസുകളും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് നമുക്ക് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സർവീസ് പ്രൊവൈഡറെ കിട്ടിയിട്ട് വേണം നമുക്ക് കളക്ട് ചെയ്യാൻ. അവിടെ ഡിലേ ഉണ്ടാവും. അപ്പോൾ ഈ ടാമ്പറിങ് കൂടെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റത്തിൽ ഒരു ജുഡീഷ്യൽ സിസ്റ്റം കൂടെ വേണം. കാരണം നമുക്കറിയാം, സുപ്രീം കോടതി പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് പറഞ്ഞു, പോലീസ് ഹാവ് ബിക്കം മിയർ ടൂൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി അൺസ്ക്രൂപ്ലസ് പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ്. തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചട്ടുകങ്ങളായി മാറിയിട്ടുണ്ടെന്ന് സുപ്രീം കോടതി 22 സെപ്റ്റംബർ 2006 പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതനുസരിച്ച് KP ആക്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. നമുക്കറിയാം, ഇപ്പം നമ്മുടെ CBI, നമ്മുടെ ED, അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ, ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസാണ്, നിയമം നടപ്പാക്കേണ്ടവരാണ്. അവരൊക്കെ വരുമ്പോൾ അവരെ പറ്റി ജനം സംശയം ഉയർത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലും എല്ലാം ഇവർക്കെതിരെയൊക്കെ പറയുന്നുണ്ട്.
അപ്പം തീർച്ചയായിട്ടും ഇവരെല്ലാം കൂടെ നിയമത്തെ നശിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന പൗരന് നീതി കിട്ടുന്നില്ലെങ്കിൽ അത് വളരെ വലിയൊരു ദുര്യോഗമാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കോർട്ട് മോണിറ്റേർഡ് സിസ്റ്റം ഉണ്ടാകണം. ആ കോർട്ട് മോണിറ്റേർഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു സിറ്റിംഗ് ജഡ്ജ് തന്നെ വേണം. ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇപ്പം പഴയ ജനറേഷൻപ്പെട്ട ജഡ്ജസ് ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് IT ആക്ട് ഒന്നും അത്രയ്ക്ക് വഴങ്ങില്ലായിരിക്കും. സൈബർ ലോ ഒക്കെ പഠിച്ച് ആരെങ്കിലും ശ്രീ സക്കറിയ ജോർജ്, ഇപ്പം നമുക്ക് നോക്കി, ഇപ്പം നമുക്ക് ഇമെയിൽ ത്രൂ നമുക്കൊരു പരാതി നൽകാൻ കഴിയും. പക്ഷേ ഇപ്പം പുതിയ ഈ BNS അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഇമെയിൽ ത്രൂ ഒരു പരാതി നൽകിയാലും 3 ദിവസത്തിനുള്ളിൽ നമ്മൾ നേരിട്ടെത്തി, അതായത് നമ്മുടെ ഒപ്പോടുകൂടിയ പരാതി ലഭിക്കണം എന്നുള്ളൊരു വ്യവസ്ഥ കൂടി ഇതിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് കസ്റ്റഡി 15 ദിവസം എന്നുള്ളത് 90 ദിവസമാക്കി മാറ്റുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും? ഇത് രണ്ടും എനിക്ക് പകുതിയെ കേൾക്കാൻ പറ്റിയുള്ളൂ. ആദ്യത്തെ പാട്ടിനെ അതായത് 3 ദിവസത്തിനകം വന്ന് സിഗ്നേച്ചർ കൊടുക്കുക എന്ന് പറഞ്ഞ ആ കാര്യവും 60 to 90 ഡേയ്സിനുള്ള റിമാൻഡ് പീരീഡും അത് രണ്ടായിട്ട് കാണേണ്ടതാണ്. ഒപ്പിടുന്ന കാര്യത്തിൽ കേരള പോലീസിൽ സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് റെസീറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ SMS ആയിട്ട് പിന്നെ മെസ്സേജ് കൊടുക്കണം, ഇത് പെറ്റീഷൻ കിട്ടിയതായിട്ട്. അത് വളരെ നിർബന്ധമായി പാലിക്കണം. ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു വ്യക്തി പെറ്റീഷൻ കൊടുത്തിട്ട് റെസീറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ അതിനകത്ത് അന്വേഷണം നടത്തി അയാളെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം. കാരണം ഒരു പൗരൻ്റെ അന്തസ്സും അഭിമാനവും അവകാശവും ഒരു ഉദ്യോഗസ്ഥൻ്റെ കാൽച്ചോട്ടിലല്ല. അത് അയാൾക്ക് ഈ രാജ്യത്തെ ഉത്തമ പൗരൻ എന്ന നിലയിൽ നമ്മുടെ ഭരണഘടന നൽകുന്ന ഉത്തമമായ അവകാശമാണ്. അപ്പം പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ പലരും പെറ്റീഷൻ വാങ്ങിക്കത്തില്ല. ചിലർക്ക് കുറച്ച് മാറ്റമുണ്ട്. കാര്യം സോഷ്യൽ മീഡിയയും അതുപോലെ എല്ലാവിടെയും ഇപ്പം മൊബൈൽ ക്യാമറയോ അല്ലെങ്കിൽ റെക്കോർഡിംഗ് സിസ്റ്റമൊക്കെ ഉള്ളതുകൊണ്ട് പലർക്കും ഇച്ചിരി പേടിയുണ്ട്. പക്ഷേ പഴയ കാലത്തൊക്കെ പരാതി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കവറൂടെ കൊടുക്കണം. അതില്ലാതെ സ്വീകരിക്കില്ല. അഴിമതി മൊത്തമായി. ഇതൊന്നും നിയന്ത്രിക്കാൻ ഇവിടെ ആരുമില്ല. നമ്മളിവിടെ നോക്കുമ്പം ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉന്നത അധികാരികൾ, അതായത് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഒക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പൊതുസമൂഹം, ഇന്നത്തെ ബുദ്ധിയുള്ള യുവജനത ഇതിനെ നോക്കി കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വിദേശത്തൊക്കെ പോകാതെ ഇന്ത്യയിൽ തന്നെ നിന്നുകൊണ്ട് ഈ നിയമത്തിൻ്റെ സംരക്ഷണം ഇവിടുത്തെ സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അവർ പൊക്കോട്ടെ, സാങ്കേതിക പ്രശ്നവും പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശ്രീ വെങ്ങാനൂർ ശിവശങ്കരൻ, ഇപ്പൊ രാജ്യദ്രോഹ കുറ്റം അതൊരു കൊളോണിയൽ നിയമമാണ് എന്ന് പറഞ്ഞത് എടുത്തു കളയുന്നുണ്ട്. പക്ഷേ എഴുത്തിലൂടെയോ സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ ഏത് രൂപത്തിലാണെങ്കിലും ശരി, രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്നത് കുറ്റകരമാണ്. അതായത് എടുത്തു കളയുന്നതിനേക്കാൾ വലിയതാണ് ഈ BNS-ലുള്ളത്. മാഡം, അത് ഞാൻ അതിലേക്ക് വരുന്നതിന് മുന്നേ നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു മറുപടി പറയാൻ അനുവാദം തരുമെങ്കിൽ കൊള്ളാം. എന്നോടല്ല ചോദിച്ചത്, അദ്ദേഹത്തിനോടാണ്. അതായത് ഈ പോലീസ് കസ്റ്റഡിയെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിച്ചു. അത് പല സാഹചര്യത്തിലും പലരും അത് തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു സംഗതിയാണ്. അതായത് നിലവിലെ നിയമപ്രകാരം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ ആ കേസിലെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിന് ഒരു സമയപരിധി നിശ്ചയിച്ചിരുന്നു. അതാണ് ഈ 15 ദിവസം അല്ലെങ്കിൽ ഫസ്റ്റ് റിമാൻഡ് പീരീഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന സംഗതി. അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു പുതിയ തെളിവ് കിട്ടിയാൽ അല്ലെങ്കിൽ മറ്റൊരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ അയാളോടൊപ്പം ഇയാളെ ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള അവസരം, അല്ലെങ്കിൽ അത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിലേക്ക് പിന്നെ ഇയാളെ വിട്ടുകിട്ടുന്ന പ്രശ്നമേ ഇല്ലായിരുന്നു നേരത്തെ സാഹചര്യം അനുസരിച്ച്. ഇപ്പോൾ ആ ബുദ്ധിമുട്ടാണ്, അതായത് ഇൻവെസ്റ്റിഗേഷനുള്ള ആ ബുദ്ധിമുട്ടാണ് മാറിയിരിക്കുന്നത് എന്നൊരർത്ഥത്തിൽ പറയാം. അതുപോലെ തന്നെ അപ്പോൾ പോലീസ് കസ്റ്റഡി വേണമെന്ന് പറഞ്ഞിട്ട് ജാമ്യം നിഷേധിക്കാമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സേഫ്റ്റി മെഷേഴ്സും പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് 15 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിലാണെങ്കിൽ പോലീസിന് കസ്റ്റഡിയിൽ വാങ്ങി ഒരു കൂട്ടുപ്രതിയോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരം ആവശ്യം, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രസൻസ് വേറെ ഏതെങ്കിലും സീൻ ഓഫ് ഒക്കറൻസിലോ വല്ലതും നിർബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ ആ 15 ദിവസത്തെ തടസ്സം മറികടന്നുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണത്തിൻ്റെ ആ ഭാഗം നിർവഹിക്കാം എന്നുള്ളതാണ് സംഗതി. അല്ലാതെ പോലീസ് കസ്റ്റഡി 15 ദിവസം 90 ദിവസം എന്ന് ഭയപ്പാടോടെ കാണേണ്ട കാര്യമില്ല എന്നാണ് ആ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്. ശരി ശരി.
പിന്നെ രണ്ടാമത്തെ ചോദ്യം രാജ്യദ്രോഹം, അത്തരത്തിലുള്ള സംഗതികളൊക്കെ. അതായത് ഈ നിയമം ഉണ്ടാക്കുന്നതും ആ നിയമം നടപ്പിലാകുമ്പോൾ വരുന്ന ഇംപ്ലിക്കേഷൻസും എന്ന് പറയുന്നത് ഒരു എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അതിനാണ് നമുക്കറിയാവുന്നതുപോലെ ഒരു FIR വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു അറസ്റ്റ് വന്നു കഴിയുമ്പോൾ ആണ് ഒരു കോടതി ആ വിഷയത്തിന്മേൽ കോടതിയുടെ ശ്രദ്ധ പതിപ്പിക്കുന്നത്. അപ്പോൾ അന്നാണ് നമ്മൾ എന്താണ് പറയുന്നത്, എടുത്തു കളഞ്ഞതിനേക്കാൾ ഭീകരമായ സംഗതിയാണോ, മനുഷ്യാവകാശ ലംഘനമുള്ളതാണോ എന്നുള്ളത് ഇന്ത്യയിലെ കോടതികൾ, മജിസ്ട്രേറ്റ് കോടതി മുതൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെയുള്ള കോടതികൾ ഇതിനെ പരിശോധിക്കുകയും ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് ആ സാഹചര്യത്തിലാണ്. അപ്പോൾ എന്ത് നിയമമാണെങ്കിലും നമ്മൾ അതിൽ കടലാസിൽ എഴുതി വച്ചിരിക്കുന്നത് പ്രാവർത്തികമാക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം പരിഹാരമാണ് ഈ രാജ്യത്തെ കോടതികൾ. ആ സമയത്താണ് ഇതിൻ്റെ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, ഏതൊക്കെ സാഹചര്യത്തിൽ ഉപയോഗിക്കാം, ഏതൊക്കെ സാഹചര്യത്തിൽ ഇത് ദുരുപയോഗം ചെയ്യരുത് എന്നൊക്കെ കോടതി വിധികളിലൂടെയാണ് ഇത് ഇവോൾവ് ചെയ്ത് വരേണ്ടത്. ഇത്രയും നാളത്തെ കോടതി വിധികളിലൂടെയാണ് നമ്മളിപ്പോൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, സമാധാനം, അതായത് പോലീസ് ഹരാസ്മെൻറ്റോ അല്ലെങ്കിൽ ഫാൾസ് കേസിനകത്ത് പെടാതെയോ ഒക്കെ നമ്മൾ സമാധാനത്തിലിരിക്കുന്നത് ഈ കോടതികൾ തന്ന ഇൻ്റർപ്രിട്ടേഷൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അത് ഇനിയും സംഭവിക്കും. അപ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു സോഷ്യൽ സിനാരിയോ വരൂ. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ബൈക്കിലെത്തി മാല പൊട്ടിച്ച് ഈ ചെയിൻ സ്നാച്ചിങ് എന്ന് പറയുന്നത്. അത് പക്ഷേ അതിനുള്ള ശിക്ഷ വലിയ രീതിയിൽ ലഘൂകരിക്കുന്നുണ്ട്. അത് ജാമ്യമില്ലാത്ത കുറ്റമായിരുന്നെങ്കിൽ ഇപ്പോൾ ജാമ്യം ലഭിക്കാവുന്ന കുറ്റാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ശിക്ഷ, തടവ് ശിക്ഷയുടെ കാലാവധിയും കുറയ്ക്കുന്നുണ്ട്. അത് ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം മാം. അതായത് അതിനോടൊപ്പമുള്ള കണക്റ്റഡ് ഒഫൻസസ് ഉണ്ടാവും. ഈ പറഞ്ഞ പർട്ടിക്കുലർ ഒഫൻസ് മാത്രം നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്ത് നോക്കണ്ട. ആ ഒരു ആക്ഷനിൽ എന്തെല്ലാം തരം ഒഫൻസസ് നടന്നിട്ടുണ്ടാകുമോ അതെല്ലാം തന്നെ സ്പെസിഫിക്കായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുമായി ബന്ധമില്ലെങ്കിലും ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. അതായത് നേരത്തെ റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ആക്ട് കോസിങ് ഡെത്ത് ഓഫ് എ പേഴ്സൺ, കൾപ്പബിൾ ഹോമിസൈഡ് എന്നൊക്കെ പറയുന്ന രീതിക്കൊരു 304A എന്ന് പറയുന്നൊരു വകുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് 106 എന്ന് പറയുന്ന ആ വകുപ്പിലേക്കായിട്ടാണ് പുതിയ നിയമത്തിൽ അത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ തരത്തിലുള്ള ശിക്ഷകൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു അശ്രദ്ധ കൊണ്ടൊരു മരണം സംഭവിച്ചാൽ 5 വർഷം തടവ്. ഇനി അതൊരു ഡോക്ടറുടെ ഭാഗത്തുനിന്ന്, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ആ ശിക്ഷ 5 വർഷമല്ല, അതിനെ 2 വർഷമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഫോൾസ് ഇംപ്ലിക്കേഷൻ വരാം, പല കാരണങ്ങൾ കൊണ്ടും ഒരു ഡോക്ടർ പ്രതിയാക്കപ്പെട്ടേക്കാം, അയാളെ ശിക്ഷിക്കപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ശിക്ഷ 5-ൽ നിന്ന് 2 കുറച്ചിട്ടുണ്ട്. അതേസമയം ഒരു വാഹനം ഉപയോഗിച്ച് ഒരു റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ആക്ട് വഴി ഒരു മരണം സംഭവിച്ചാൽ അതിൻ്റെ ശിക്ഷ നേരെ 10 വർഷമാണ്. അപ്പോൾ ഏതാണ്ട് എല്ലാ കാര്യങ്ങളുമൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു കൗണ്ടിൽ അത് പരിഗണിച്ചിട്ടാണ് പുതിയ നിയമം വന്നിട്ടുള്ളത്. മാഡം ചോദിച്ച ഈ ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് ഞാൻ അതോ അതിനോടൊപ്പമുള്ള സംഗതികളോ വായിച്ചു നോക്കിയിട്ടില്ല. എങ്കിലും ഞാൻ വായിച്ചു നോക്കിയിട്ടുള്ള വകുപ്പുകൾ അനുസരിച്ച് പറയാം. ഇതിൽ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലക്ഷ്യമായ അല്ലെങ്കിൽ ഉദാസീനത കൊണ്ടൊരാളുടെ മരണം സംഭവിച്ചാൽ സാധാരണ വിഷയത്തിന് 5, അതൊരു ഡോക്ടർ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആണെങ്കിൽ 2, ഇനി വാഹനം ഉപയോഗിച്ചതാണെങ്കിൽ 10 തുടങ്ങി ഇത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്കൊരു പ്രാഥമികമായി തോന്നുന്നത്. ഞാൻ പുസ്തകങ്ങൾ മുഴുവൻ കാര്യമായി വായിച്ചിട്ടില്ല, അതിൻ്റെ ഒരു കുറവ് കൂടിയുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ സക്കറിയ ജോർജ്, ഈ BNSൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഒരു പ്രത്യേക അധ്യായം തന്നെയുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളൊക്കെ ഉള്ള ശിക്ഷയും അതിനെ പ്രതിപാദിച്ചുകൊണ്ടൊരു അധ്യായം തന്നെയുണ്ട്. അതിൽ കൃത്യമായി പല കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യപ്പെടുന്നുമുണ്ട്. അതായത് ഇപ്പോൾ തൊഴിൽ മേഖലയിലാണെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണം, സ്ഥാനക്കയറ്റം വാഗ്ദാനം ചെയ്തുള്ള ലൈംഗിക ചൂഷണം, അല്ലെങ്കിൽ വിവാഹം വാഗ്ദാനം ചെയ്തുള്ള ലൈംഗിക ചൂഷണം, അതൊക്കെ അങ്ങനെ എല്ലാം കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട് അതിൽ BNSൽ. സെക്കൻഡ് ഹാഫ് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ആണോ? ഞാൻ ചോദിച്ചത് സ്ത്രീകൾക്കും ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാൻ ചോദിച്ചത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ശരി, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഉള്ള കുറ്റകൃത്യങ്ങൾക്ക് ഒരു പ്രത്യേക അധ്യായം തന്നെ ഈ ഭാരതീയ ന്യായ സംഹിതയിലുണ്ട്. എല്ലാ തരത്തിലുള്ള സ്ത്രീകൾക്കെതിരായ ക്രൈംസും അതിൽ പ്രതിപാദിക്കുന്നുമുണ്ട്. ഇപ്പം ഓഫീസിൽ ഒരു ജോലി സ്ഥലത്തുള്ള ലൈംഗികമായ ചൂഷണം ചെയ്യലാണെങ്കിലും ശരി, ഒരു വിവാഹ വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പാണെങ്കിലും ശരി, അങ്ങനെ എല്ലാ തരത്തിലുള്ള സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും വളരെ വിശദമായി തന്നെ ആ കുറ്റകൃത്യങ്ങളും അതിനുള്ള ശിക്ഷയും പ്രതിപാദിക്കുന്നുണ്ട് BNSൽ.
കേൾക്കത്തില്ല കേട്ടോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം അതിഥികളിലേക്ക് തിരിച്ചു വരാം. ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ചെറിയ ഇടവേള എടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു അതിഥികളിലേക്കാണ്. ശ്രീ വെങ്ങാനൂർ ശിവശങ്കരൻ, നമ്മൾ ആദ്യം സംസാരിച്ചില്ല എന്ത് മാറ്റമായിരിക്കും ഒരു വേഗത സംബന്ധിച്ച്? കാരണം എത്രയോ കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ മാത്രം 84,000-നടുത്ത് കേസുകൾ ഇപ്പോൾ കെട്ടിക്കിടക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ മാത്രം കണക്കാണ്. പക്ഷേ ഈ BNS അതുമായി ബന്ധപ്പെട്ട് ചില വ്യവസ്ഥകൾ കൂടിയുണ്ട്. അതായത് വിചാരണ പൂർത്തിയായാൽ 1 മാസത്തിനകം ശിക്ഷ വിധിക്കണം, അന്വേഷണം പൂർത്തിയാക്കാൻ 6 മാസമാണ് സമയമുള്ളത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ കൂടിയുണ്ട്. അതെന്ത് മാറ്റം ഉണ്ടാക്കും? തീർച്ചയായിട്ടും അത് നടപ്പിലാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട വിഷയമാണ്. പക്ഷേ അങ്ങനെയൊക്കെ ചില സംഗതികൾ ഉണ്ട് എന്ന് പറയുന്നത് ഇത് ആ സമയക്രമം പാലിക്കേണ്ട ആളുകൾക്ക് ഒരു ഫിയർ ഫാക്ടറായി നിലനിൽക്കും എന്നുള്ളത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ പല സമയക്രമങ്ങൾ ഫിക്സ് ചെയ്തിട്ടുള്ള സംഗതികൾക്കൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ചുറ്റുപാട് നിന്ന് മനസ്സിലാവും. എങ്കിലും അങ്ങനെയൊക്കെയുണ്ട്, ലിഖിതമായിട്ട് തന്നെ അങ്ങനെയൊക്കെ ചില സംഗതികളുണ്ട് എന്നുള്ളത് അത് പാലിക്കണം. പാലിച്ചില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ചെറിയ ഭയപ്പാടെങ്കിലും ഇത് ചെയ്യേണ്ട ആളുകളുടെ ഉള്ളിലുണ്ടാകും എന്ന് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ വെങ്ങാനൂർ ശിവശങ്കരൻ. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം ലിഖിതമായി എഴുതി വെക്കുമ്പോൾ അത് അങ്ങനെ ചെയ്യണമല്ലോ എന്നുള്ള കാര്യത്തിലെങ്കിലും, കാരണം നമുക്കറിയാം വിചാരണ തടവുകാർ അങ്ങനെ വലിയ രീതിയിൽ പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഈ കൃത്യമായ ഒരു കാലാവധി വരുമ്പോൾ പല കാര്യങ്ങളിലും മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ശ്രീ വെങ്ങാനൂർ ശിവശങ്കരൻ. അതോടൊപ്പം തന്നെ ശ്രീ സക്കറിയ ജോർജ് ചർച്ചയിൽ പങ്കെടുത്തതിന്, സംസാരിച്ചതിന്.